മലയാള ചലച്ചിത്ര രംഗത്തു നിന്നും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ വേറിട്ട ശബ്ദമായി മാറുകയാണ് യുവനടൻ മാധവ് സുരേഷ്. അടുത്തിടെ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ CJP എന്ന സംഘടനയ്ക്കെതിരെയും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും മാധവ് സുരേഷ് നടത്തിയ തുറന്നടിക്കലുകളാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയായ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വൈകാരികവും രൂക്ഷവുമായ സ്റ്റോറികളിലൂടെയാണ് മാധവ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ സമരം ചെയ്യുമ്പോൾ കാണിക്കുന്ന ആവേശം പഞ്ചാബിലെ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നാണ് മാധവിന്റെ പ്രധാന ചോദ്യം. BJP വിരുദ്ധത മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇരട്ടത്താപ്പാണ് പുലർത്തുന്നതെന്നും വിദ്യാർത്ഥികളെ സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നും മാധവ് ആരോപിക്കുന്നു. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ മുന്നിൽ നിന്ന് നയിച്ച പലരും പഞ്ചാബിലെ അനീതികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് മാധവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പലർക്കും നട്ടലില്ലാതെ പോകുന്നു. BJPക്കെതിരെ സംസാരിക്കുന്നത് ഒരു കൂൾ കാര്യമായി കൊണ്ടു നടക്കുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ പൂർണ്ണമായും നിശബ്ദമാകുന്നു. നീറ്റ് പരീക്ഷാ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊണ്ട അതേ ആവേശത്തോടെ തന്നെ പഞ്ചാബിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ശബ്ദമുയർത്താൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? രാഷ്ട്രീയ വിരോധം കാരണം സത്യം കാണാൻ കഴിയാത്ത അന്ധരായി ആളുകൾ മാറരുതെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളാകുന്നതിന് മുൻപ് ആദ്യം ഇന്ത്യൻ ആകൂ എന്നും മാധവ് സുരേഷ് ആഹ്വാനം ചെയ്യുന്നു. CJP പോലെയുള്ള സംഘടനകളെ തട്ടിപ്പുകാരുടെ കൂട്ടം എന്നാണ് മാധവ് വിശേഷിപ്പിക്കുന്നത്. ജനങ്ങളെ രക്ഷിക്കാൻ അവതരിച്ച രക്ഷകർ എന്ന് പലരും കരുതുന്ന ഈ CJP നേതാക്കൾ യഥാർത്ഥ പ്രശ്നങ്ങൾ വരുമ്പോൾ എവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അഭിജിത്ത് ദീപ് കെ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ പഞ്ചാബ് വിഷയത്തിൽ മറുപടി നൽകാൻ മാധവ് വെല്ലുവിളിക്കുന്നുണ്ട്. ഈ സംഘടനകളുടെയും നേതാക്കളുടെയും യഥാർത്ഥ മുഖം അധികം വൈകാതെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുമെന്ന് മാധവ് ഓർമ്മിപ്പിക്കുന്നു. തങ്ങൾ വിശ്വസിക്കുന്ന സംഘടനകൾക്ക് പിന്നിലെ സത്യം തിരിച്ചറിയുമ്പോൾ എങ്കിലും ജനങ്ങൾ തങ്ങളുടെ തെറ്റായ കാഴ്ചപ്പാടുകൾ തിരുത്തുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥി വിഷയങ്ങളിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ തനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾക്കും മാധവ് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി. രാജ്യത്തെ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ തന്നെ അന്ധനായ സംഘിയെന്ന് മുദ്രകുത്താൻ ശ്രമിച്ച ഇടത് ന്യൂട്രൽ പ്രൊഫൈലുകൾ ഇപ്പോൾ പഞ്ചാബ് വിഷയത്തിൽ എന്തുകൊണ്ട് ഒളിച്ചോടുന്നു എന്ന് മാധവ് ചോദിക്കുന്നു. തീവ്രമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നട്ടലില്ലാത്ത നിലപാടുകളെയും ഇരട്ടത്താപ്പുകളെയും മാധവ് രൂക്ഷമായി വിമർശിച്ചു. വാർത്തകൾ വളച്ചൊടിക്കുന്ന മാധ്യമങ്ങൾക്കും ധൈര്യമുണ്ടെങ്കിൽ തന്റെ ഈ പ്രതികരണങ്ങൾ പൂർണ്ണമായി നൽകാൻ സന്നദ്ധമാകണമെന്നും അദ്ദേഹം വെല്ലുവിളിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മാധവ് സുരേഷ് നടത്തിയ ഈ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തുമെന്നതിൽ സംശയമില്ല. BJP വിരുദ്ധത മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവേചനപരമായ നിലപാടുകളെ കൃത്യമായി ചോദ്യം ചെയ്യാൻ മാധവിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഭാവി രാഷ്ട്രീയ ലാഭങ്ങൾക്കായി പണയം വെക്കപ്പെടുന്നതിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് മാധവ് സുരേഷിന്റെ ഈ വാക്കുകൾ. പഞ്ചാബിലെ അനീതികൾക്കെതിരെ ഇനി ആരെങ്കിലും ശബ്ദമുയർത്തുമോ അതോ ഈ നിശബ്ദത തുടരുമോ എന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്.